ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ തീച്ചൂളയിലേക്ക് എടുത്തു ചാടി ജീവിതം മാതൃരാജ്യത്തിനു വേണ്ടി സമർപ്പിച്ച എത്രയെത്ര വിപ്ലവകാരികൾ. അവരുടെ ചോരയിൽ കുതിർന്നതാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ചരിത്രം. അവരുടെ ചോരയിൽ നിന്ന് ഉരുവായതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നും പ്രസിദ്ധീകരിച്ചു വന്ന ഗദ്ദർ എന്ന പത്രത്തിൽ 1914 ആഗസ്റ്റ് 18 താഴെ പറയും പ്രകാരം ഒരു പരസ്യമുണ്ടായിരുന്നു. ഇന്ത്യയിൽ വിപ്ലവം നടത്താൻ ധീരരായ പടയാളികളെ വേണം. വേതനം മരണം, വില രക്തസാക്ഷിത്വം, പെൻഷൻ സ്വാതന്ത്ര്യം, കാര്യക്ഷേത്രം ഹിന്ദുസ്ഥാൻ. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകം മുതൽ തന്നെ പഞ്ചാബിൽ നിന്നും അമേരിക്കയിലേക്കും കാനഡയിലേക്കും കുടിയേറ്റം ആരംഭിച്ചിരുന്നു. കുടിയേറ്റക്കാർ പഞ്ചാബിലെ ഗ്രാമങ്ങളിൽ നിന്ന് നേരിട്ട് കുടിയേറിയവരും നേരത്തെ പൂർവേഷ്യയിൽ ജോലി അന്വേഷിച്ച് പോയി അവിടെ നിന്നും എത്തപ്പെട്ടവരുമായിരുന്നു. അവരിൽ പലരും വിമുക്ത ഭടന്മാരായിരുന്നു. ഇന്ത്യൻ ബ്രിട്ടീഷ് സേനയിലെ സേവനം അവർക്ക് ദൂരദേശങ്ങൾ കാണാനും അവിടെ ലഭ്യമായ അവസരങ്ങളെക്കുറിച്ച് അറിയാനും സന്ദർഭമൊരുക്കിയിരുന്നു. സാമ്പത്തിക പരാധീനതകളാൽ വീട് ഉപേക്ഷിക്കേണ്ടി വന്ന ശോഭനമായ ജീവിതം കെട്ടിപ്പടുക്കണമെന്ന മോഹത്തിൽ സ്വത്തുക്കളും ഭൂമിയും പണയപ്പെടുത്തിയോ വിൽക്കുകയോ ചെയ്ത് സ്വപ്നഭൂമിയിലേക്ക് അവർ യാത്രയായി. കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല. കാനഡയിലും അമേരിക്കയിലും എത്തിയ കുടിയേറ്റക്കാരിൽ പലർക്കും പ്രവേശനം തന്നെ ലഭിച്ചില്ല. പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ നിന്നും നേരിട്ടെത്തിയ പാശ്ചാത്യ രീതികളും പെരുമാറ്റങ്ങളും അറിയാത്തവർക്ക് കാര്യങ്ങൾ തീർത്തും പ്രതികൂലമായിരുന്നു. താമസിക്കാൻ അനുവാദം ലഭിച്ചവർക്ക് തന്നെ വംശീയമായ അവഹേളനം മാത്രമല്ല, തങ്ങളുടെ മത്സരക്കാരാണെന്ന ഭയം മൂലം വെള്ളക്കാരായ തൊഴിലാളികളുടെയും യൂണിയനുകളുടെയും ശക്തമായ എതിർപ്പിനെയും നേരിടേണ്ടി വന്നു. അമേരിക്കയിലും കാനഡയിലും നേരിടേണ്ടി വന്ന വിവേചനം ഒരുമിച്ച് നിൽക്കേണ്ടത് അനിവാര്യമാണെന്ന യാഥാർത്ഥ്യ ബോധത്തിലേക്ക് കുടിയേറ്റ ജനതയെ എത്തിച്ചു. ഇന്ത്യ സ്വതന്ത്രയാകാതെ ഒരു രാജ്യത്തും തങ്ങൾക്ക് അസ്തിത്വമുണ്ടാവില്ലെന്ന് അവർ പതിയെ തിരിച്ചറിഞ്ഞു. മലയായിലും ഹോങ്കോങ്ങിലും സിഖ് പുരോഹിതനായി പ്രവർത്തിച്ച ഭഗവാൻ സിംഗ് കാനഡയിലെത്തി സായുധ സമരത്തിലൂടെ ബ്രിട്ടനെ പുറത്താക്കുവാൻ ആഹ്വാനം ചെയ്തു. വന്ദേ മാതരം അഭിവാദനത്തിന് ഉപയോഗിക്കുവാനും ആവശ്യപ്പെട്ടു. ഇത് പ്രവാസികളെ പ്രചോദിപ്പിച്ചു. 1911 കാലിഫോർണിയയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായി എത്തിയ ലാലാ ഹൽദയാൽ എന്ന വിപ്ലവകാരി താമസിയാതെ കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടു. പഞ്ചാബികൾ ഭൂരിപക്ഷമുള്ള ഒരു യോഗത്തിൽ ഹൽദയാൽ ആഹ്വാനം ചെയ്തു, അമേരിക്കക്കാരോട് എതിരിടരുത്, അതിനു പകരം US-ൽ ലഭ്യമായ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ബ്രിട്ടീഷുകാരോട് പോരാടുക. നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ സ്വതന്ത്രരാകുന്നതുവരെ അമേരിക്കക്കാർ നിങ്ങളെ തുല്യരായി പരിഗണിക്കുകയില്ല. ഇന്ത്യക്കാരുടെ ദാരിദ്ര്യത്തിനും തരം താഴ്ത്തലിനും കാരണം ബ്രിട്ടീഷ് ഭരണമാണ്. അതിനെ ഇല്ലായ്മ ചെയ്യേണ്ടത് നിവേദനങ്ങളിലൂടെയല്ല, സായുധ കലാപത്തിലൂടെയാണ്. ഈ സന്ദേശം പൊതുജനങ്ങളിലും ഇന്ത്യൻ സൈന്യത്തിലെ പട്ടാളക്കാരിലും എത്തിക്കുക. വലിയ സംഘങ്ങളായി ഇന്ത്യയിലേക്ക് പോയി അവരുടെ പിന്തുണ ഉറപ്പാക്കുക. ഹർദയാലിന്റെ ആശയങ്ങൾ പെട്ടെന്ന് തന്നെ സ്വീകരിക്കപ്പെട്ടു. ഒരു പ്രവർത്തക സമിതി രൂപം കൊണ്ടു. ദ ഗദ്ദർ എന്ന പേരിൽ സൗജന്യമായി വിതരണം ചെയ്യുന്നതിന് ഒരു വാരിക തുടങ്ങുന്നതിനും യുഗാന്തർ ആശ്രമം എന്ന പേരിൽ സാൻ ഫ്രാൻസിസ്കോയിൽ ആസ്ഥാനം ആരംഭിക്കുന്നതിനും സമിതി തീരുമാനമെടുത്തു. വിവിധ പട്ടണങ്ങളിലും കേന്ദ്രങ്ങളിലുമായി യോഗങ്ങളുടെ ഒരു പരമ്പര തന്നെ അരങ്ങേറുകയും അവസാനം അസ്റ്റോറയിൽ ചേർന്ന പ്രതിനിധികളുടെ യോഗത്തിൽ പോർട്ട്ലാൻഡിലെ ആദ്യ യോഗത്തിലെ തീരുമാനങ്ങൾ അംഗീകരിക്കുകയും അങ്ങനെ ഗദ്ദർ പ്രസ്ഥാനത്തിന് പ്രാരംഭം കുറിക്കപ്പെടുകയും ചെയ്തു. ദേശസ്നേഹ പ്രചോദിതമായ ലേഖനങ്ങളും വിപ്ലവാഹ്വാനങ്ങളും ഗദ്ദറിൽ നിരന്തരം വന്നുകൊണ്ടിരുന്നു. ഒരു കവിത ഇപ്രകാരമായിരുന്നു: നമുക്ക് പണ്ഡിറ്റുമാരും മുല്ലമാരും ആവശ്യമില്ല, പ്രാർത്ഥനകളോ ആരാധനകളോ പാരായണം ചെയ്യേണ്ടതില്ല, അവ നമ്മുടെ കപ്പലിനെ തകർക്കുകയുള്ളൂ, വാളെടുക്കുക, ഇത് യുദ്ധത്തിനുള്ള സമയമാണ്. 1913 നേരിട്ട് യാത്ര നടത്തിയ 35 ഇന്ത്യക്കാർക്ക് കാനഡ സുപ്രീം കോടതി കാനഡയിലേക്ക് പ്രവേശനം അനുവദിച്ചു. ഈ വിധിയിൽ പ്രചോദനം ഉൾക്കൊണ്ട് സിംഗപ്പൂരിൽ താമസിക്കുന്ന ഒരു ഇന്ത്യൻ കോൺട്രാക്ടറായ ഗുരുദത്ത് സിംഗ് തെക്കുകിഴക്കൻ ഏഷ്യയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരെ ഒരു ജപ്പാൻ കപ്പൽ വാടകയ്ക്കെടുത്ത് കാനഡയിലെ വാൻകൂവറിലേക്ക് കൊണ്ടുപോകുവാൻ തീരുമാനിച്ചു. അങ്ങനെ 376 ഇന്ത്യക്കാരുമായി കോമഗത മാരു എന്ന ജപ്പാനീസ് കപ്പൽ വാൻകൂവറിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഗദ്ദറുകൾ കപ്പൽ സന്ദർശിക്കുകയും ഗദ്ദർ സാഹിത്യം വിതരണം ചെയ്യുകയും ചെയ്തു. കാനഡയിലെ കുടിയേറ്റ വിരുദ്ധ ഭരണകൂടത്തെപ്പറ്റി ഭീതിജനകമായ മുന്നറിയിപ്പ് അവർ നൽകിക്കൊണ്ടിരുന്നു. മറുവശത്ത് കാനഡ ഗവൺമെന്റ് കുടിയേറ്റത്തെ നേരിടുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു. സിംഗപ്പൂരിലെത്തിയ കപ്പൽ വാൻകൂവർ തുറമുഖത്ത് നങ്കൂരമിടാൻ അനുവദിച്ചില്ല. യാത്രക്കാരുടെ അവകാശങ്ങൾക്കായി പോരാടുന്നതിന്
വാൻകൂവറിൽ ഹുസൈൻ റഹീം, സോഹൻലാൽ പഥക്, ബൽവന്ത് സിംഗ് എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു. ബർക്കത്തുള്ള, ഭഗവാൻ സിംഗ്, രാംചന്ദ്ര, സോഹൻ സിംഗ് എന്നിവരുടെ നേതൃത്വത്തിൽ ശക്തമായ ഒരു പ്രചാരണം അമേരിക്കയിൽ നടന്നു. എങ്കിലും കാനഡ നിലപാട് തിരുത്തിയില്ല. തൽഫലമായി വാൻകൂവറിൽ നിന്ന് കോമഗതമാരുവിന് തിരിച്ചു പോരേണ്ടി വന്നു. മടക്കയാത്രയിൽ ഒന്നാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. അപ്പോൾ ഗദ്ദർ പാർട്ടിയുടെ സന്ദേശം കർത്താർ സിംഗ് വഴി യാത്രക്കാർക്കിടയിലെത്തി. യുദ്ധത്തിന്റെ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ബ്രിട്ടനെതിരെ വിപ്ലവം നടത്തുവാൻ എല്ലാ പ്രവാസികളും നാട്ടിലെത്തണം എന്നതായിരുന്നു സന്ദേശം. കപ്പൽ യോക്കോഹാമയിൽ എത്തുന്നതിന് മുമ്പ് കൽക്കട്ടയിലല്ലാതെ വഴിയിൽ എവിടെയും യാത്രക്കാരെ ഇറക്കാൻ അനുവദിക്കരുതെന്ന് ബ്രിട്ടീഷ് സർക്കാർ ഉത്തരവിട്ടു. ഇത് ഇന്ത്യക്കാർക്കിടയിൽ വലിയ അമർഷത്തിന് കാരണമായി. 1914 സെപ്റ്റംബർ 27 കപ്പൽ കൽക്കത്തയിലെത്തി. യോക്കോഹാമയിൽ നിന്നും പുറപ്പെട്ട് 5 മാസം കഴിഞ്ഞാണ് കപ്പൽ കൽക്കട്ടയിൽ മടങ്ങിയെത്തിയത്. കൽക്കട്ടയിൽ കാത്തുനിന്നത് ഒരു ബ്രിട്ടീഷ് പടക്കപ്പൽ. ആ പടക്കപ്പലിന്റെ സാന്നിധ്യത്തിൽ കോമഗതമാരുവിനെ 24 പർഗാന ജില്ലയിലെ ബഡ്ജിലേക്ക് കൊണ്ടുപോയി. അവിടെ പോലീസിന്റെ ക്രൂരമർദ്ദനമേറ്റ യാത്രക്കാർ രോഷാകുലരായി. സംഘർഷത്തിൽ 18 യാത്രക്കാർ വെടിയേറ്റ് മരണമടഞ്ഞു. 22 പേരെ അറസ്റ്റ് ചെയ്തു. ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെട്ടു. ഇത് പഞ്ചാബിൽ വ്യാപകമായ പ്രതിഷേധത്തിന് ഇടവരുത്തി. ജലന്ധർ, അമൃത്സർ, ലൂധിയാന ജില്ലകളിൽ രക്തരൂക്ഷിതമായ ഏറ്റുമുട്ടലുകൾ നടന്നു. ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് ഗദ്ദർ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിരുന്നു. ബ്രിട്ടൻ യുദ്ധത്തിലായിരിക്കുന്ന സന്ദർഭം ദേശീയ വിമോചന പോരാട്ടത്തെ ശക്തിപ്പെടുത്തുവാനുള്ള അസുലഭ അവസരമായിട്ടാണ് ഗദ്ദാരികൾ കണ്ടത്. ഗദ്ദർ പാർട്ടി നേതാക്കൾ പ്രത്യേക യോഗം വിളിക്കുകയും പാർട്ടിയുടെ യുദ്ധപ്രഖ്യാപനം വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാർക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. വൻതോതിൽ ഇന്ത്യയിലേക്ക് മടങ്ങാനും കലാപം നടത്താനും പാർട്ടി പ്രവർത്തകർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. 1896 മെയ് 24 പഞ്ചാബിലെ ലുധിയാനയിൽ ജനിച്ച കർത്താർ സിംഗ് സരാഭയ്ക്ക് ചെറുപ്പത്തിൽ തന്നെ പിതാവ് മംഗൾ സിംഗിന് നഷ്ടപ്പെട്ടു. പിന്നീട് മുത്തച്ഛൻ സർദാർ ബദാം സിംഗ് ഗ്രവാളാണ് കർത്താറിനെ വളർത്തിയത്. ബദാം സിംഗിന്റെ സ്നേഹപരിലാളനകളാൽ കർത്താർ സിംഗ് മിടുക്കനായി വളർന്നു. പ്രാഥമിക വിദ്യാഭ്യാസം തൻ്റെ ഗ്രാമമായ സരാഭയിലെ സ്കൂളിൽ പൂർത്തിയാക്കുകയും പിന്നീട് ലുധിയാനയിലെ ഗൽസ സ്കൂളിൽ പ്രവേശനം നേടുകയും ചെയ്തു. വിദ്യാഭ്യാസത്തിൽ ശരാശരിയായിരുന്നെങ്കിലും തമാശകൾ പറയുന്നതിലും കളിക്കുന്നതിലും അദ്ദേഹം മിടുക്കനായിരുന്നു. കർത്താർ സിംഗ് ഒരു നല്ല കായിക താരവും വിദ്യാർത്ഥി നേതാവുമായിരുന്നു. 9ാം ക്ലാസ്സിന് ശേഷം അദ്ദേഹം ഒറീസയിലെ അമ്മാവന്റെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്നുകൊണ്ട് മെട്രിക്കുലേഷൻ പൂർത്തിയാക്കിക്കൊണ്ട് 1910 കോളേജിൽ ചേർന്ന് പഠനം തുടർന്നു. പിന്നീട് തുടർ പഠനത്തിനായി അമേരിക്കയിലെത്തി. 1912 പഞ്ചാബിൽ നിന്നും മുത്തച്ഛനോടൊപ്പമാണ് 15 വയസ്സുള്ള കർത്താർ സിംഗ് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ എത്തിച്ചേർന്നത്. ബെർക്ക്ലിയിലെ കാലിഫോർണിയ സർവകലാശാലയിൽ വിദ്യാർത്ഥിയായി ചേർന്ന സരഭ കാലിഫോർണിയയിലെ സെൻട്രൽ താഴ്വരയിലെ ഒരു ഫ്രൂട്ട്സ് ഫാക്ടറിയിൽ പാർട്ട് ടൈം ജോലിയും ചെയ്തു. ഇതിനിടയിൽ കർത്താർ സിംഗ് ലാല ഹർദയാലിനെ പരിചയപ്പെടുകയും ഗദ്ദർ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ സജീവമാകുകയും ചെയ്തു. സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് വാദോരാതെ സംസാരിക്കുന്ന അമേരിക്കക്കാർ വിമോചനത്തിനായി പൊരുതുന്ന ഇന്ത്യക്കാരെ വെറുക്കുന്നതായി കർത്താർ സിംഗ് തിരിച്ചറിഞ്ഞു. ഇന്ത്യൻ ജനതയ്ക്ക് ഏതൊരു രാജ്യത്തും അഭിമാനപൂർവ്വം കടന്നു ചെല്ലാനും ജീവിക്കാനും സ്വാതന്ത്ര്യം നേടേണ്ടത് അനിവാര്യമാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ഗദ്ദർ പത്രത്തിന്റെ പത്രാധിപ സമിതിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരുന്നു കർത്താർ സിംഗ്. അച്ചു നിരത്തുന്നത് മുതൽ എല്ലാവിധ അച്ചടി ജോലികളും കർത്താർ സിംഗിന് വശമായിരുന്നു. എത്ര തന്നെ ജോലി ചെയ്താലും തളരാതെ പാട്ടുകൾ പാടി മറ്റുള്ളവരോട് സംസാരിച്ച് ആളുകളെ പ്രചോദിപ്പിക്കുന്നതായിരുന്നു കർത്താർ സിംഗിന്റെ രീതി. സമത്വം, സ്വാതന്ത്ര്യം എന്ന ഗദ്ദർ പാർട്ടിയുടെ മുദ്രാവാക്യം ഹൃദയത്തിൽ സ്വാംശീകരിച്ചാണ് കർത്താർ സിംഗ് മുന്നോട്ട് പോയത്. പത്രത്തിന്റെ മുഖ്യ പത്രാധിപർ ലാല ഹർദയാലായിരുന്നു. 2ാം ലോകയുദ്ധം പൊട്ടിപ്പുറപ്പെട്ട ഘട്ടത്തിൽ ബ്രിട്ടനെതിരെ വിപ്ലവാഹ്വാനം മുഴക്കിയതിന്റെ പേരിൽ ഗദ്ദർ പാർട്ടി നേതാക്കളെ അമേരിക്കൻ ഭരണകൂടം അറസ്റ്റ് ചെയ്ത് തുറങ്കിലടച്ചു. കർത്താർ സിംഗ് അറസ്റ്റിൽ നിന്നും സാഹസികമായി രക്ഷപ്പെട്ട് ഇന്ത്യയിൽ എത്തിച്ചേർന്നു. 1915 ഫെബ്രുവരി 21 പഞ്ചാബിൽ നിന്നും കലാപം ആരംഭിക്കുവാനാണ് തീരുമാനിച്ചത്. ഇതിനായുള്ള യാത്രാ ചിലവിലേക്കും ആയുധങ്ങൾക്കുമായി ലക്ഷക്കണക്കിന് ഡോളർ ശേഖരിക്കപ്പെട്ടു. ധാരാളം പ്രവാസി ഇന്ത്യക്കാർ തങ്ങളുടെ ഭൂമി അടക്കമുള്ള ആയുഷ്കാല സമ്പാദ്യങ്ങൾ ഗദ്ദർ വിപ്ലവകാരികൾക്ക് നൽകി. ബെർലിനിൽ കേന്ദ്രീകരിച്ച വിപ്ലവകാരികൾ 1ാം ലോക മഹായുദ്ധകാലത്ത് ആയുധ സാമഗ്രികൾ ആൻഡമാനിലും ഒറീസയിലെ തുറമുഖങ്ങളിലും എത്തിച്ചു. ബ്രിട്ടീഷ് ഇന്ത്യൻ പട്ടാളക്കാർക്കിടയിലും ജനങ്ങൾക്കിടയിലും കർത്താർ സിംഗ് സജീവമായി പ്രവർത്തിച്ച് വിപ്ലവ വീര്യം പകർന്നു നൽകി.
4000 ആളുകളെ വിപ്ലവ സന്നദ്ധമാക്കുവാൻ കർത്താർ സിംഗിന്റെ നേതൃത്വത്തിൽ ഗദ്ദർ പാർട്ടിക്ക് കഴിഞ്ഞു. എന്നാൽ ഗദ്ദർ പാർട്ടിയുടെ വിപ്ലവ രഹസ്യങ്ങൾ കൃപാൽ സിംഗ് എന്ന അംഗം പോലീസിന് ചോർത്തിക്കൊടുത്തു. ബ്രിട്ടീഷ് പോലീസ് ഗദ്ദർ വിപ്ലവകാരികളെ വേട്ടയാടി. കർത്താർ സിംഗിന്റെ സഹപ്രവർത്തകരായ നിരവധി പേർ അറസ്റ്റ് ചെയ്യപ്പെട്ട് ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി. വിപ്ലവകാരി റാഷ് ബിഹാരി ബോസിന്റെ നിർദ്ദേശപ്രകാരം കർത്താർ സിംഗും 2 സഹവിപ്ലവകാരികളും അഫ്ഗാനിസ്ഥാനിലേക്ക് രക്ഷപ്പെട്ടു. എന്നാൽ ഒളിച്ചു ജീവിക്കുന്നത് അപമാനകരമായി തോന്നിയ കർത്താർ സിംഗ് ബജീറാബാദിലെത്തി അവിടെയുള്ള ബ്രിട്ടീഷ് ഇന്ത്യൻ സൈനികരെ സംഘടിപ്പിച്ച് സാമ്രാജ്യത്വത്തിനെതിരെ പൊരുതുവാനുള്ള പരിശ്രമം നടത്തി. എന്നാൽ അത് വിജയം കണ്ടില്ല. കർത്താർ സിംഗ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഗദ്ദർ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവ പദ്ധതി 1-ാം ലാഹോർ ഗൂഢാലോചന കേസ് എന്നറിയപ്പെട്ടു. 48 പേരെ തൂക്കിലേറ്റുകയും നിരവധി പേരെ നാടുകടത്തുകയും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്ത വിധിന്യായത്തിൽ ഇങ്ങനെ പ്രതിപാദിച്ചിരിക്കുന്നു: കർത്താർ സിംഗ് അമേരിക്കയ്ക്കും ഇന്ത്യക്കുമിടയിൽ ഗൂഢാലോചന നടത്താത്ത ഇടമില്ല. ഗൂഢാലോചനയ്ക്കുള്ള അവസരങ്ങളൊന്നും പാഴാക്കിയിട്ടുമില്ല. 61 പ്രതികളിൽ ഏറ്റവും മേലെയാണ് ഇദ്ദേഹത്തിന്റെ സ്ഥാനം. ഗൂഢാലോചന നടത്തിയതിൽ ഊറ്റം കൊള്ളുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഗദ്ദർ പ്രസ്ഥാനത്തിലെ വിപ്ലവകാരി ഭായ് പരമാനന്ദ് കർത്താറിനെ പറ്റി ഇപ്രകാരം കുറിച്ചിരിക്കുന്നു: പഞ്ചാബിലെ വിപ്ലവ പ്രവർത്തനത്തിന്റെ യഥാർത്ഥ നേതാവ് കർത്താർ സിംഗ് തന്നെയായിരുന്നു. 18-19 വയസ്സുള്ള ഈ ചെറുപ്പക്കാരന്റെ ശൗര്യം അത്ഭുതമുളവാക്കുന്നതാണ്. ഈ പ്രായത്തിൽ ഇത്രയേറെ സംഘടനാ പാടവം കാട്ടുന്ന മറ്റൊരു നേതാവിനെ കാണാൻ കഴിയില്ല. തൂക്കിക്കൊല്ലുന്ന സമയത്തും കർത്താർ സിംഗ് ദേശാഭിമാന ഗാനങ്ങൾ പാടിക്കൊണ്ടിരുന്നു. വധശിക്ഷ വിധിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ശരീരഭാരം 10 പൗണ്ട് വർദ്ധിച്ചു. മാതൃരാജ്യത്തിന് വേണ്ടി മരണം വരിക്കുന്നത് അഭിമാനകരമായി കരുതിയ കർത്താർ സിംഗ് സരഭ എന്ന 19 വയസ്സുകാരൻ 1915 നവംബർ 16 തൂക്കിലേറ്റപ്പെട്ടു. ബ്രിട്ടീഷുകാരോട് വിട്ടുവീഴ്ചയില്ലാത്ത സായുധ വിപ്ലവമായിരിക്കണം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം എന്ന കാഴ്ചപ്പാടാണ് ഗദ്ദർ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചത്. സ്വാതന്ത്ര്യ സമരത്തെ മതത്തിൽ നിന്നും മുക്തമാക്കി എല്ലാ ഇന്ത്യക്കാരെയും ഒരുമിപ്പിക്കുവാനാണ് ഗദ്ദർ പ്രസ്ഥാനം ശ്രമിച്ചത്. മാതൃരാജ്യത്തിന്റെ വിമോചനത്തിന് വേണ്ടി സന്ധിയില്ലാതെ പൊരുതുക എന്നതായിരുന്നു കർത്താർ സിംഗ് സരഭ ജീവിതം കൊണ്ടും മരണം കൊണ്ടും സാക്ഷ്യപ്പെടുത്തിയത്. ആ പോരാട്ട വീര്യം അനേകം യുവാക്കളെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ചേരുവാൻ പ്രചോദിപ്പിച്ചു. അതിൽ ഒരാളായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവിസ്മരണീയ നാമമായി മാറിയ ഭഗത് സിംഗ്. കർത്താർ സിംഗ് സരാഭായുടെ ഒരു ചിത്രം ഭഗത് സിംഗ് എപ്പോഴും പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്നു. അതെ, രക്തസാക്ഷികൾക്ക് മരണമില്ല.